ശൂന്യതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമ്മുടെ ബോധം എങ്ങനെയാണ് കാന്തമായി മാറുന്നത്? നമ്മൾ കേവലം ശരീരമല്ല, സ്പന്ദിക്കുന്ന ഊർജത്തിന്റെ ഒരു കാന്തിക വലയമാണ്. നമ്മൾ എന്ത് അനുഭവിക്കുന്നുവോ അതിനനുസരിച്ചുള്ള തരംഗങ്ങളാണ് നമ്മിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുന്നത്. ഈ പ്രവാഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തെ ആകർഷിക്കുന്നത്. ഓഷോ പറഞ്ഞതുപോലെ, നമ്മൾ സന്തോഷവാനായിരിക്കുമ്പോൾ നമ്മുടെ പ്രഭാവലയം വികസിക്കുകയും അത് പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളെയും നമ്മിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ബോധം എത്ര തെളിയുന്നുവോ അത്രത്തോളം ശക്തമായ കാന്തമായി നമ്മൾ മാറും. നമുക്കുള്ളിലെ ആ കാന്തിക ശക്തിയെ നമുക്ക് തിരിച്ചറിയാം. ശാസ്ത്രം പറയുന്ന ക്വാണ്ടം ഫീൽഡും അഷ്ടവക്രൻ പറഞ്ഞ ബോധവും ഒന്ന് തന്നെയാണ്. നമ്മൾ എന്തിനെ ധ്യാനിക്കുന്നുവോ അത് നമ്മൾ ഭൗതികമായി സൃഷ്ടിക്കുകയാണ്. നമുക്കുള്ളിലെ ആ അനന്തമായ ചൈതന്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കാന്തികത ഈ പ്രപഞ്ചത്തിലെ സർവ ഐശ്വര്യങ്ങളെയും നമുക്ക് മുന്നിലെത്തിക്കും. നമ്മൾ ഓരോരുത്തരും പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചറാണെന്ന് നമുക്ക് തിരിച്ചറിയാം. നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഇന്നത്തെ നമ്മുടെ ചിന്തകളിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ശൂന്യതയെക്കുറിച്ചും നമ്മിലെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നതിനെ കുറിച്ചുമെല്ലാം സംസാരിച്ചു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ബോധം എങ്ങനെ ഒരു മഹാകാന്തമായി മാറുന്നുവെന്ന അത്ഭുത സത്യത്തിന് മുന്നിലാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ മാംസവും രക്തവും ചേർന്ന ശരീരമാണെന്നാണ്. എന്നാൽ സത്യത്തിൽ നമ്മൾ ഊർജത്തിന്റെ സ്പന്ദിക്കുന്ന ഒരു കാന്തിക വലയമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് അനുഭവിക്കുന്നുവോ അതിനനുസരിച്ചുള്ള തരംഗങ്ങൾ നമ്മിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രവാഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആളുകളെയും സാഹചര്യങ്ങളെയും ഐശ്വര്യത്തെയും കൊണ്ടുവരുന്നത്. ഓഷോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രഭാവലയം അല്ലെങ്കിൽ ഓറ എന്നത് നമ്മുടെ ആന്തരിക സത്യത്തിന്റെ പ്രതിഫലനമാണെന്നാണ്. നമുക്കുള്ളിൽ സ്നേഹവും സമാധാനവും നിറയുമ്പോൾ നമ്മുടെ കാന്തിക വലയം വികസിക്കുകയും അത് പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളെയും നമ്മിലേക്ക് വലിച്ചടുപ്പിക്കുകയും ചെയ്യും. നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ഈ വലയം ചുരുങ്ങുകയും നമ്മൾ സമൃദ്ധിയിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. നമ്മുടെ ഈ പ്രപഞ്ചത്തിന് നമ്മോട് സംസാരിക്കാൻ ഒരേ ഒരു ഭാഷയേ ഉള്ളൂ, അത് നമ്മുടെ വൈബ്രേഷനാണ്. നമ്മൾ സന്തുഷ്ടരാകുമ്പോൾ പ്രപഞ്ചം നമ്മോട് പറയുകയാണ്, ഇതാ നിനക്ക് കൂടുതൽ സന്തോഷിക്കുവാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി സന്ദർഭങ്ങൾ നമുക്ക് മുമ്പിലേക്ക് ഇട്ടുതരും. നമ്മൾ സമൃദ്ധി അനുഭവിക്കുമ്പോൾ പ്രപഞ്ചം നമുക്ക് കൂടുതൽ ഐശ്വര്യം നൽകും. നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്തുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു അത്ഭുത കാന്തമായി മാറുകയാണ്. സത്യത്തിൽ നമുക്കിവിടെ ഒന്നും നേടാനില്ല, കാരണം നമ്മൾ നേരത്തെ തന്നെ പൂർണ്ണരാണ്. ഈ പൂർണ്ണതാ ബോധമാണ് നമ്മുടെ കാന്തിക വലയത്തിന്റെ ഏറ്റവും വലിയ ശക്തി. എനിക്കിത് വേണമെന്ന് നമ്മൾ യാചിക്കുമ്പോൾ നമ്മുടെ കാന്തികത നമ്മിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഞാനത് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ ലോകം മുഴുവൻ നമ്മെ തേടി വരികയുള്ളൂ. നമ്മൾ ആകാശമാണെങ്കിൽ മേഘങ്ങൾ നമ്മെ തേടി വരും. നമ്മൾ പൂവാണെങ്കിൽ വണ്ടുകൾ നമ്മെ തേടി വരും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആന്തരികമായ ആ രാജകീയ ഭാവത്തെ ഉണർത്തുക എന്നത് മാത്രമാണ്. നമ്മുടെ ബോധം എത്രത്തോളം തെളിയുന്നുവോ അത്രത്തോളം തെളിച്ചമുള്ളതായി നമ്മുടെ ജീവിതവും മാറുകയാണ് ഇവിടെ. ശരി, എങ്ങനെയാണ് നമ്മുടെ ഈ കാന്തിക വലയത്തെ കൂടുതൽ ശക്തമാക്കാൻ കഴിയുകയെന്ന് നോക്കാം നമുക്ക്. നമ്മൾ പ്രപഞ്ചത്തോട് കാണിക്കുന്ന നന്ദിയും നമ്മുടെ പുഞ്ചിരിയുമാണ് ഈ കാന്തത്തിന്റെ താക്കോൽ എന്നത്. നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോഴോ ഒരു പൂവിനെ നോക്കി നമ്മൾ അത്ഭുതപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ബോധം വികസിക്കുന്നുണ്ട്. ഈ വികാസമാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചറാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണോ അതുപോലെ നമുക്കും സൃഷ്ടിക്കാൻ കഴിയും. അതിനായി നമുക്കുള്ളിലെ ആ മഹാകാന്തം ഉണരേണ്ടതുണ്ട്. നമുക്കത് അനുഭവിക്കാം.
നമ്മുടെ ബോധം ഒരു മഹാകാന്തമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ഈ മഹാശക്തിയെ തിരിച്ചറിയാതെ പുറം ലോകത്ത് തിരഞ്ഞു നടക്കുകയാണ്. നമ്മളൊരു പൂവിനെ സ്നേഹിക്കുമ്പോഴോ ഒരു നന്മ ചെയ്യുമ്പോഴോ നമുക്കുള്ളിൽ ഒരു പ്രകാശം ഉദിക്കുന്നുണ്ട്. ഈ പ്രകാശമാണ് നമ്മെ ഒരു കാന്തമാക്കി മാറ്റുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ജപ്പാനിലെ ഒരു പഴയ സെൻ ഗുരുവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു കഥയാണ്. പണ്ട് കണ്ണു കാണാത്ത ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു രാത്രിയിൽ തൻ്റെ കയ്യിൽ ഒരു വിളക്കുമായി തെരുവിലൂടെ നടന്നു പോകുകയായിരുന്നു. ഇത് കണ്ട വഴിപോക്കനായ ഒരാൾ പരിഹാസത്തോടുകൂടി സന്യാസിയോട് ചോദിച്ചു, ഹേയ് സന്യാസി, നിങ്ങൾക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ ഈ വിളക്ക് ചുമക്കുന്നതെന്ന്. സന്യാസി അവിടെ ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സുഹൃത്തെ, ഈ വിളക്ക് എനിക്ക് വഴി കാണാനല്ല, പകരം ഈ ഇരുട്ടത്ത് മറ്റാരും വന്ന് എന്നെ തട്ടാതിരിക്കാനാണ് ഞാൻ ഈ വിളക്ക് പിടിച്ചിരിക്കുന്നതെന്ന്. എൻ്റെ കയ്യിൽ ഈ വെളിച്ചമുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ കാണാൻ കഴിയുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ സുരക്ഷിതനായിരിക്കും. എന്നാൽ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആരോ ഒരാൾ വന്ന് സന്യാസിയുമായി കൂട്ടിയിടിച്ചു. സന്യാസി താഴെ വീണുപോയി. അദ്ദേഹം ദേഷ്യത്തോട് ചോദിച്ചു, നിന്റെ കണ്ണുകൾ എവിടെയാണ്? എൻ്റെ കയ്യിലെ വിളക്ക് നീ കണ്ടില്ലേ? സന്യാസിയെ തട്ടിയിട്ട ആ മനുഷ്യൻ സങ്കടത്തോടെ സന്യാസിയോട് പറഞ്ഞു, അങ്ങനോട് ക്ഷമിക്കണം, അങ്ങയുടെ കയ്യിലെ വിളക്ക് അണഞ്ഞു പോയിരിക്കുന്നത് അങ്ങ് അറിഞ്ഞില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മോട് പറയുന്നത് വലിയൊരു സത്യമാണ്. നമ്മൾ ഈ ലോകത്ത് സുരക്ഷിതമായിരിക്കണമെങ്കിലും സമൃദ്ധി അനുഭവിക്കണമെങ്കിലും നമുക്കുള്ളിലെ ബോധം എന്ന വിളക്ക് എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. എന്നാൽ നാം അറിയാതെ തന്നെ നമുക്കുള്ളിലെ ആ പ്രകാശം ഒരുപക്ഷെ അണഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ? നമുക്കുള്ളിൽ ഭയവും ദേഷ്യവും നിറയുമ്പോൾ നമ്മുടെ ആ കാന്തിക വിളക്ക് അണയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് നമ്മെ കാണാൻ കഴിയില്ല, ഈ ലോകത്തിന് നമ്മെ സഹായിക്കാൻ കഴിയില്ല. ഓഷോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പ്രഭാവലയം എന്നത് നമ്മുടെ ബോധം തെളിഞ്ഞു നിൽക്കുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന ഒന്നാണെന്നാണ്. നമ്മുടെ വിളക്ക് തെളിഞ്ഞിരിക്കുമ്പോൾ ഭാഗ്യം നമ്മെ തേടി വരും. അതണയുമ്പോൾ നമ്മൾ ആ അന്ധകാരത്തിൽ തപ്പിത്തടയും. അഷ്ടവക്രം പറഞ്ഞതുപോലെ നമ്മൾ പ്രകാശത്തിന്റെ ഉറവിടമാണ്. നമുക്കുള്ളിൽ ഒരു സൂര്യനുണ്ട്, എന്നാൽ ആ പ്രകാശത്തെ കാണാതെ നമ്മൾ പുറത്തുള്ള ഇരുട്ടിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ പരാതികൾ മാറ്റുമ്പോൾ ആ സൂര്യൻ തെളിയും അവിടെ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളും നമ്മിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. നമ്മൾ ചെയ്യേണ്ടത് ഈ ലോകത്തെ മാറ്റലോ ഭാഗ്യത്തെ തിരയലോ അല്ല, മറിച്ച് നമുക്കുള്ളിലെ ആ വിളക്ക് അണയാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. നമ്മൾ ബോധമുണർന്നിരിക്കുമ്പോൾ ഒരു കാന്തമായി നമ്മൾ മാറും. നമുക്കൊരു ചെറിയ ധ്യാനത്തെ കൂടി പരിചയപ്പെടാം. കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു സുവർണ പ്രകാശം പുറത്തേക്ക് പടരുന്നത് അനുഭവിക്കണം. അത് നമ്മുടെ ശരീരമാകെ പതുക്കെ മൂടട്ടെ. നമ്മളിവിടെ ഒരു പ്രകാശഗോളമായി മാറുകയാണ്. പ്രപഞ്ചത്തിലെ സർവ്വ നന്മകളും ഈ പ്രകാശത്തിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഞാൻ പ്രകാശമാണ്, ഞാൻ ജാഗ്രതയുള്ളവനാണെന്ന് മന്ത്രിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ ബോധം ഒരു മഹാകാന്തമാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു ഊർജ സമുദ്രത്തിലാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സാഹചര്യങ്ങൾ, വാർത്തകൾ ഇവയെല്ലാം നമ്മുടെ കാന്തിക വലയത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചില വ്യക്തികളോട് ഇടപഴകുമ്പോഴോ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴോ നമുക്ക് വല്ലാത്തൊരു തളർച്ചയും മടുപ്പുമൊക്കെ അനുഭവപ്പെടാറില്ലേ? അതുമല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചിലരോടൊത്ത് സമയം ചിലവിടുമ്പോഴെല്ലാം നമുക്ക് വലിയൊരു ആശ്വാസവും തോന്നും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ പ്രഭാവലയത്തിൽ സംഭവിക്കുന്ന ഊർജ കൈമാറ്റങ്ങളാണ്. നമ്മുടെ ഈ കാന്തിക വലയം എത്രത്തോളം ശുദ്ധമായിരിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഐശ്വര്യത്തെ ആകർഷിക്കാൻ കഴിയും. നമ്മുടെ ഊർജം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഓഷോ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്.
അതിൻ്റെ ചുരുക്കരൂപം എന്നത് നമ്മൾ മറ്റുള്ളവരുടെ വികാരങ്ങളിൽ പങ്കുചേരുമ്പോൾ, അതായത് വേറൊരാളുടെ വെറുപ്പിലും ദേഷ്യത്തിലും പരാതികളിലും നമ്മൾ ഭാഗമാകുമ്പോൾ നമുക്കുള്ളിലെ പ്രകാശത്തിന് മുകളിൽ പൊടിപടലങ്ങൾ അടിയുകയാണെന്നാണ് ഓഷോ പറയുന്നത്. നമ്മുടെ പ്രഭാവലയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം സാക്ഷിയായിരിക്കുക എന്നതാണ്. പുറമെ എന്തൊക്കെ നടന്നാലും നമ്മൾ നമുക്കുള്ളിലെ ആ ശാന്തിയിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജങ്ങൾ നമുക്കുള്ളിലേക്ക് കടക്കാതെ ഒരു കവചം പോലെ നമുക്ക് നമ്മുടെ ബോധത്തെ കാത്തു സൂക്ഷിക്കാം. നമ്മൾ സന്തോഷവാനായിരിക്കുക എന്നത് നമ്മൾ ഈ ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സേവനമാണ്. കാരണം നമ്മുടെ ആ സന്തോഷം നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് കാന്തിക വലയം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ ശുദ്ധമായ ആകാശമാണ്. ആകാശത്തിലൂടെ എത്ര കറുത്ത മേഘങ്ങൾ കടന്നു പോയാലും ആകാശം അശുദ്ധമാകുന്നില്ല. നമുക്ക് നമ്മുടെ ബോധത്തെ ആ ആകാശത്തെ പോലെ കാണാൻ പഠിക്കാം. നോക്കൂ, നമ്മുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നമുക്കുള്ളിലെ ആ പൂർണ്ണതയിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ കാന്തിക വലയം സ്വയം ശുദ്ധീകരിക്കപ്പെടും. ഒന്നിനും എന്നെ ബാധിക്കാൻ കഴിയില്ല എന്ന ആ ഉറച്ച ബോധമാണ് നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും വലിയ സുരക്ഷാ കവചം. നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും സുരക്ഷിതമായി നമ്മിലേക്ക് ഒഴുകിയെത്തും. ശരി, ഇനി നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ഈ ശുദ്ധീകരണം നടത്താമെന്ന് ചിന്തിക്കാം. നമ്മൾ രാത്രി ഉറങ്ങുന്നതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള എല്ലാ പരാതികളെയും വിട്ടൊഴിയുക. അതുപോലെ നമ്മുടെ ഈ പ്രകൃതിയോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ കഴിയുമോ അത്രമാത്രം ചേർന്ന് നിൽക്കുക. അതിനായി ഒരു മരത്തെ കെട്ടിപ്പിടിക്കുന്നതോ നഗ്നപാതനായി മണ്ണിൽ നടക്കുന്നതോ ഒക്കെ നല്ലതാണ്. അതുപോലെ ആഴ്ചയിൽ 1-2 ദിവസം കല്ലുപ്പിട്ട് കുളിക്കുന്നതും നമുക്കുള്ളിലെ അനാവശ്യ ഊർജങ്ങളെ പുറത്താക്കാൻ നമ്മെ സഹായിക്കും. നമ്മൾ എത്രത്തോളം പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നുവോ അത്രത്തോളം നമ്മുടെ കാന്തിക വലയം തെളിയാൻ തുടങ്ങും. നമ്മുടെ കാന്തിക വലയം പൂർണ്ണമായും ശുദ്ധമായതായി നമുക്ക് സങ്കല്പിക്കാം. നമ്മുടെ ബോധം ഒരു കാന്തമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ശാസ്ത്രീയമായി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആധുനിക ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ശൂന്യമെന്ന് പറയാൻ ഒന്നുമില്ല എന്നാണ്. നമ്മൾ ഈ കാണുന്ന കല്ലും മണ്ണും സ്വർണവുമെല്ലാം ആഴത്തിൽ പരിശോധിച്ചാൽ ഇവയെല്ലാം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ കണങ്ങൾ മാത്രമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന തരംഗങ്ങൾ ഈ ഊർജ സമുദ്രത്തിൽ ചലനങ്ങളെ സൃഷ്ടിക്കും. അതായത് നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ ക്വാണ്ടം ഫീൽഡിലേക്ക് നമ്മുടെ കാന്തിക തരംഗങ്ങളെ അയക്കുകയാണ് ചെയ്യുന്നത്. ബോധം പദാർത്ഥമായി മാറുന്ന ഈ അത്ഭുതത്തെക്കുറിച്ച് ഓഷോ പറഞ്ഞത് ചിന്തകൾ അദൃശ്യമായ വസ്തുക്കളാണെന്നാണ്. നമ്മളൊരു ചിന്തയെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിന് സാന്ദ്രത കൂടുകയും അത് ഊർജത്തിൽ നിന്ന് പദാർത്ഥത്തിലേക്ക് പരിണമിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമ്മൾ സമ്പന്നനാണെന്ന് അനുഭവിക്കുമ്പോഴും സമൃദ്ധിയിലാണെന്ന് വിശ്വസിക്കുമ്പോഴും നമ്മുടെ കാന്തിക വലയം ആ ക്വാണ്ടം സമുദ്രത്തിൽ നിന്ന് അതിന് സമാനമായ സാഹചര്യങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രപഞ്ചം ഒരു വലിയ കണ്ണാടി പോലെയാണെന്നേ. നമ്മൾ എന്ത് വൈബ്രേഷനാണോ നൽകുന്നത് അത് സാഹചര്യങ്ങളായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. നീ എന്തിനെ ധ്യാനിക്കുന്നുവോ അത് നീ ആയിത്തീരുന്നുവെന്ന് അഷ്ടവക്ര ഗീത പറയുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ അർത്ഥം എന്നത് നമ്മുടെ ബോധം എവിടെയാണോ കേന്ദ്രീകരിക്കുന്നത് അവിടെ ഊർജം വസ്തുവായി മാറാൻ തുടങ്ങുകയാണെന്നാണ്. നമ്മൾ നമ്മുടെ കുറവുകളിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ കാന്തിക വലയം കൂടുതൽ ദാരിദ്ര്യത്തെയാണ് സൃഷ്ടിക്കുക. എന്നാൽ നമ്മൾ നമുക്കുള്ളിലെ അനന്തമായ ചൈതന്യത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ കാന്തികത പ്രപഞ്ചത്തിലെ സർവ്വ ഐശ്വര്യങ്ങളെയും ഭൗതിക രൂപത്തിൽ നമുക്ക് മുന്നിലെത്തിക്കും. നമ്മൾ കേവലം കാണികളല്ല, മറിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെ ഇത് പ്രായോഗികമായി പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം നമുക്ക്. നമ്മളൊരു ലക്ഷ്യം ആഗ്രഹിക്കുമ്പോൾ അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നായിട്ടല്ല കാണേണ്ടത്, മറിച്ച്
അത് ഇപ്പോൾ തന്നെ ക്വാണ്ടം തലത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ അനുഭവം നമുക്കുള്ളിൽ നിറയ്ക്കുമ്പോൾ നമ്മുടെ കാന്തിക വലയം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു പാലം പണിയും. ഈ പാലത്തിലൂടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഭൗതിക രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നു വരിക. നമ്മൾ എത്രത്തോളം ആഴത്തിൽ അനുഭവിക്കുന്നുവോ അത്ര തന്നെ വേഗത്തിൽ ആ മാറ്റം സംഭവിച്ചിരിക്കും. നമ്മുടെ ചിന്തകൾക്ക് ജീവൻ വയ്ക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മൾ ഇതുവരെ സംസാരിച്ച അറിവുകളെല്ലാം തന്നെ നമുക്കുള്ളിൽ ഒരു ഊർജമായി സ്പന്ദിക്കുന്നുണ്ട്. നമ്മൾ വെറും ഒരു ശരീരമല്ലെന്നും പ്രപഞ്ചത്തിന്റെ ഭാഗമായ ഒരു വലിയ കാന്തിക പ്രവാഹമാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ബോധത്തെ ഉണർത്തുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറയുന്നത് ഞാൻ സമൃദ്ധിക്ക് അർഹനാണെന്നാണ്. ആ നിമിഷം നമുക്കുള്ളിലെ ആ കാന്തം പൂർണ്ണ ശക്തിയോടെ ഉണർന്നു കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് ചെയ്യുവാനുള്ളത് ആ ഊർജത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലേക്കും ഒഴുക്കുക എന്നത് മാത്രമാണ്. ഓഷോ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് ആഘോഷിക്കുന്ന മനസ്സിനേക്കാൾ വലിയൊരു കാന്തം ഈ ലോകത്തിലില്ല എന്നാണ്. നമ്മൾ എത്രത്തോളം ആനന്ദത്തിലായിരിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ സമൃദ്ധി നമ്മെ തേടി വരും. കാന്തികത എന്നതൊരു പിടിച്ചുവാങ്ങലല്ല, മറിച്ച് ആകർഷിക്കപ്പെടലാണ്. നമ്മൾ സന്തുഷ്ടരായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നമ്മെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സന്തോഷം നമുക്ക് ചുറ്റും ഒരു സുവർണ പ്രഭാവലയത്തെ സൃഷ്ടിക്കും. നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ആരെ കാണുമ്പോഴും ആ പോസിറ്റീവ് ഊർജം നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടരും. നമ്മളൊരു അനുഗ്രഹമായി മാറുമ്പോൾ പ്രപഞ്ചം നമ്മെ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടും. അഷ്ടവക്രൻ ജനക മഹാരാജാവിനോട് പറഞ്ഞ പരമമായ സത്യത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. നീ ശാന്തനും നിർവികാരനുമായ സാക്ഷിയാവുക എന്ന സത്യം. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഓളങ്ങളിൽ ഉലയാതെ നിൽക്കുമ്പോൾ നമ്മുടെ കാന്തിക ശക്തി അതിന്റെ പരമകാഷ്ഠയിലെത്തുകയാണ്. നമ്മളൊന്നിലും പറ്റിപ്പിടിക്കാതെ എന്നാൽ എല്ലാറ്റിനെയും സ്നേഹത്തോടെ നോക്കിക്കാണുന്ന ഒരു സാക്ഷിയായി മാറുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ യജമാനനായി മാറുകയാണ് നമ്മൾ. നമുക്ക് ആ സാക്ഷിഭാവത്തിലേക്ക് പതിയെ ലയിക്കാം. നമുക്കുള്ളിലെ ആ വലിയ മൗനത്തിൽ നിന്ന് സമൃദ്ധിയുടെ സംഗീതം ഉയരുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ചിന്തകൾ ഇവിടെ പൂർണ്ണമാകുകയാണ്. നമ്മളിപ്പോൾ ഒരു മഹാകാന്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ കാന്തികതയെ എങ്ങനെ നമ്മുടെ കർമ്മങ്ങളിൽ പ്രാവർത്തികമാക്കാം എന്നതാണ് നമ്മുടെ അടുത്ത ഘട്ടം എന്നത്. നമ്മളൊരു കാന്തമായാൽ മാത്രം പോരാ, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ചലിക്കണമെന്ന് മനസ്സിലാക്കുകയും വേണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൃഷ്ടിപരമായ കർമ്മവും ലോ ഓഫ് അട്രാക്ഷനും അഥവാ ക്രിയേറ്റീവ് ആക്ഷൻ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന വിഷയമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നമ്മൾ ചെയ്യേണ്ട ആ അടുത്ത ചുവടുവെപ്പ് എന്താണെന്ന് നമ്മൾ അടുത്ത ഭാഗത്ത് വെളിപ്പെടുത്തും. നിങ്ങളിലെ അനന്തമായ കാന്തികതയെ ഞാൻ വന്ദിക്കുകയാണ്. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.